നമസ്കാരം. ചൈനീസ് താരൻ ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ കടന്നുകൂടിയെന്ന ഞെട്ടിക്കുന്ന വാർത്ത ചൂടോടെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ. ഇയാൾ H6 എന്നാണ് അറിയപ്പെടുന്നത്. യഥാർത്ഥ പേര് പുറത്തുവിട്ടിട്ടില്ല. ഇയാൾ മുൻ പ്രധാനമന്ത്രിമാരായ തെരേസ മേ, ഡേവിഡ് കാമറോൺ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് ആരോപണം. ചാൾസ് മൂന്നാമൻ രാജാവിന്റെ ഇളയ സഹോദരൻ ആൻഡ്രൂ രാജകുമാരന്റെ വിശ്വസ്തൻ എന്ന നിലയിലാണ് ഇയാൾ കൊട്ടാരത്തിൽ കടന്നുകൂടിയത്. ദേശീയ സുരക്ഷ മുൻനിർത്തി UK-യിലേക്കുള്ള ഇയാളുടെ പ്രവേശനം തടഞ്ഞതോടെയാണ് വിവരം പുറത്തുവന്നത്. 2020 ആൻഡ്രൂ രാജകുമാരന്റെ പിറന്നാൾ ആഘോഷത്തിൽ H6 ക്ഷണമുണ്ടായിരുന്നുവെന്ന് ജൂലൈയിൽ നടന്ന പ്രത്യേക കുടിയേറ്റ അപ്പീൽസ് കമ്മീഷൻ മുമ്പാകെയാണ് വെളിപ്പെടുത്തലുണ്ടായത്. H6 ഇക്കാര്യം നിഷേധിക്കുകയും അപ്പീൽ നൽകുകയും ചെയ്തെങ്കിലും കമ്മീഷൻ തീരുമാനം ശരിവെക്കുകയായിരുന്നു. H6 ഒരു വ്യവസായിയായിട്ടാണ് അറിയപ്പെടുന്നത്. യോർക്കിലെ ഡ്യൂക്കിന്റെ അഥവാ ആൻഡ്രൂ രാജകുമാരന്റെ വിശ്വാസം ഇയാൾ പിടിച്ചുപറ്റിയെന്നും പിന്നീട് വിവാദമായപ്പോൾ ഇയാളുമായുള്ള എല്ലാ ബന്ധവും ആൻഡ്രൂ വേർപെടുത്തിയെന്നുമാണ് പറയുന്നത്. ഡേവിഡ് കാമറൂൺ ഒരു പതിറ്റാണ്ടിലേറെ കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതാവും 6 വർഷം പ്രധാനമന്ത്രിയുമായിരുന്നു. അദ്ദേഹം ആയിരക്കണക്കിന് പേരെ കണ്ടിട്ടുണ്ടാകുമെന്നും അതുകൊണ്ട് തന്നെ H6 കുറിച്ച് വിവരമൊന്നും ഇല്ലെന്നുമാണ് പ്രതികരണം. തെരേസ മേയുടെ വക്താവും ആരോപണം നിഷേധിച്ചു. ചൈനയ്ക്കും UK-ക്കും ഇടയിൽ സദാ സഞ്ചരിച്ചിരുന്ന ഈ ചാരൻ UK-യെ തന്റെ രണ്ടാം വീടെന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. നേരത്തെ യോർക്കിലെ ഡ്യൂക്കുമായിട്ടുള്ള അടുപ്പം മുതലെടുത്ത് അനിശ്ചിതകാലത്തേക്ക് ബ്രിട്ടനിൽ താമസിക്കാനുള്ള അനുമതി ഇയാൾ നേടിയിരുന്നു. തന്റെ ഉന്നതതല ബന്ധം ഉപയോഗിച്ച് ബക്കിംഗ്ഹാം കൊട്ടാരത്തിലും മറ്റു രാജവസതികളിലും ക്ഷണിക്കപ്പെട്ട അതിഥിയായി ഇയാൾ കടന്നുകൂടി. ഡൗണിംഗ് സ്ട്രീറ്റിലെ ഒരു വിരുന്നിലാണ് H6 ഡേവിഡ് കാമറോണുമായി കൂടിക്കാഴ്ച നടത്തിയത്. തെരേസ മേയും മറ്റൊരു ഔദ്യോഗിക ചടങ്ങിലാണ് കണ്ടത്. 15 വർഷത്തിനിടെ നടന്ന 2 കൂടിക്കാഴ്ചകളുടെ ഫോട്ടോകളും ഇയാൾ സൂക്ഷിച്ചിരുന്നു. 2023 ഇയാളെ ബ്രിട്ടനിൽ നിന്ന് പുറത്താക്കിയത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശാഖയായ യുണൈറ്റഡ് ഫ്രണ്ട് വർക്ക് വകുപ്പിന്റെ പേരിൽ രഹസ്യപ്രവർത്തനം നടത്തിയെന്ന പേരിലാണ് മുൻ ആഭ്യന്തര സെക്രട്ടറി സുവല ബ്രവർമൻ ഇയാളെ പുറത്താക്കിയത്. H6 യഥാർത്ഥ പേര് വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും റിഫോം നേതാവ് നിഗൽ ഫറാജ് തന്റെ പാർലമെന്റിലെ പ്രത്യേക അവകാശം ഉപയോഗിച്ച് ഇയാളുടെ പേര് പുറത്തുവിടുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആൻഡ്രൂ രാജകുമാരനാകട്ടെ ജെഫ് എപ്സ്റ്റീനുമായുള്ള ബന്ധത്തിന്റെ പേരിൽ കുരുക്കിലായതിനു ശേഷം വീണ്ടും വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ്. ബാലപീഡകനായ എപ്സ്റ്റീൻ 2019 മരണപ്പെട്ടിരുന്നു.